മലയാളി സൈനികൻ വിഷ്ണുവിനെ അല്പസമയത്തിനകം കോഴിക്കോട്ടെ എലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിക്കും. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം താൻ മാറി നിന്നു എന്നാണ് സൈനികനായ വിഷ്ണു പോലീസിനോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എലത്തൂർ സ്വദേശിയായ വിഷ്ണുവിനെ 16 ദിവസങ്ങൾക്ക് മുമ്പാണ് പൂനെയിൽ നിന്ന് കാണാതായത്. വിഷ്ണു തിരിച്ചെത്തുന്നതിൽ കുടുംബത്തിന് വലിയ സന്തോഷം തോന്നുന്നു. ഓനെ എത്രയും പെട്ടെന്ന് ഓനെ കാണാമെന്ന് ആഗ്രഹിക്കുന്നു. പിന്നെ എല്ലാവർക്കും ഇതിൽ സഹിച്ച എല്ലാവർക്കും നന്ദി. ബുദ്ധിമുട്ടുകളൊന്നും ഇതുവരെ പറയാറില്ല, ഒന്നും പറഞ്ഞില്ല ഇതുവരെ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും അതുപോലെ എലത്തൂരിൽ നിന്ന് ഷഹദ് റഹ്മാനും ചേരുന്നു. ആദ്യം മുംബൈയിലേക്ക് ശ്രീനാഥ് ചന്ദ്രൻ, ഗുഡ് മോർണിംഗ്. ശ്രീനാഥ് ചന്ദ്രൻ, യഥാർത്ഥത്തിൽ ഈ വിഷ്ണുവിൻ്റെ തിരോധാനത്തിൽ അത് ദുരൂഹതകളൊന്നും ഇല്ലായിരുന്നല്ലോ മുംബൈയിൽ? തീർച്ചയായും വലിയ ദുരൂഹത ആദ്യഘട്ടത്തിൽ നമ്മൾ സംശയിച്ചെങ്കിലും കാര്യങ്ങൾ ആ വിധമായിരുന്നില്ല. വിഷ്ണു ഒരു സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു. അതാണ് ഇത്രയും ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ വട്ടം കറക്കിയത്. 17-ാം തീയതിയാണ് വിഷ്ണുവിനെ കാണാനില്ല എന്ന് കുടുംബം പരാതി നൽകുന്നത്. 17-ാം തീയതി പുലർച്ചെ 2 മണിയോടെ അമ്മയുടെ മൊബൈലിലേക്ക് താൻ കണ്ണൂർ എത്തിയെന്നും അവധിക്ക് വരികയാണെന്നും വിഷ്ണു ഒരു സന്ദേശം അയച്ചിരുന്നു. പക്ഷേ മൊബൈൽ ഫോണിന്റെ ലൊക്കേഷൻ അത് ലോണാവല, അതായത് മുംബൈക്ക് അടുത്തുള്ള ലോണാവലയിലാണ് കാണിച്ചത്. അതോടെയാണ് ഈ സംഭവത്തിൽ ദുരൂഹതയേറിയത്. പിന്നാലെ 23-ാം തീയതി എലത്തൂരിൽ നിന്നുള്ള പോലീസ് സംഘം, 4-അംഗ സംഘം മുംബൈയിലേക്ക് എത്തി. അവർ മുംബൈയിലും പൂനെയിലും എല്ലാം പരിശോധന നടത്തി. പൂനെയിലെ ഒരു ATM-ൽ നിന്ന്, റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള ATM-ൽ നിന്ന് 10,000 രൂപയിലേറെ പിൻവലിച്ചതായി പോലീസ് കണ്ടെത്തി. പിന്നാലെ ലാത്തൂരിൽ നിന്ന് മുംബൈയിലേക്കുള്ള ഒരു ട്രെയിനിൽ അദ്ദേഹം 17-ാം തീയതി യാത്ര ചെയ്തു എന്ന കാര്യം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. ദാദറിൽ എത്തി എന്നതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് എവിടേക്ക് പോയി എന്നതായിരുന്നു പിന്നീട് പോലീസിന്റെ അന്വേഷണം. ആ അന്വേഷണമാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നടത്തിയ അന്വേഷണത്തിനൊക്കെ ഒടുവിലാണ് ബംഗളൂരുവിൽ ഉണ്ട് എന്ന സൂചന കിട്ടിയത്. ബംഗളൂരുവിൽ മെജസ്റ്റിക് ബസ് സ്റ്റാൻഡിന് അടുത്ത് വെച്ചാണ് ഇയാളെ കണ്ടെത്തിയത് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ രാത്രി ഏതാണ്ട് 11 മണിയോടെ പോലീസ് സംഘം വിഷ്ണുവിനെ കണ്ടെത്തി. കാര്യങ്ങൾ പറഞ്ഞ് വിഷ്ണുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നതാണ് SIയോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നീട് രാത്രിയോടെ തന്നെ നാട്ടിലേക്ക് തിരിക്കുകയും ചെയ്തു. സാമ്പത്തിക പ്രശ്നങ്ങളാണ് തന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് നയിച്ചത് എന്നാണ് വിഷ്ണു പറഞ്ഞതെന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ ഒരു സമ്മർദ്ദം ഈ ഘട്ടത്തിൽ വിഷ്ണുവിന് മേൽ ചെലുത്തേണ്ട എന്നതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ തീരുമാനം. അതുകൊണ്ട് എലത്തൂരിലെത്തിയതിനു ശേഷം കൂടുതൽ വിവരങ്ങൾ തേടും. ഏതായാലും കേസടക്കമുള്ള ഒരു തിരോധാന കേസുള്ളത് കൊണ്ട് അതിൽ കൂടുതൽ നിയമ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ വീട്ടിലേക്ക് വിഷ്ണുവിന് മടങ്ങാൻ വേണ്ടി കഴിയൂ. 11-ാം തീയതി വിഷ്ണുവിന്റെ വിവാഹം നടക്കാൻ വേണ്ടി പോവുകയാണ്. അതായത് 10 ദിവസത്തിനപ്പുറം വിവാഹവുമുണ്ട്. അതുകൊണ്ട് വിഷ്ണുവിനെ ഈ ഒന്ന് തന്നെ കണ്ടെത്താൻ കഴിഞ്ഞത് കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതിനു മുമ്പ് കണ്ടെത്താൻ കഴിഞ്ഞത് വലിയ ആശ്വാസവുമാണ്. ഏതായാലും കേരളത്തിലേക്കുള്ള യാത്രാ മധ്യയാണ്. അല്പസമയത്തിനകം തന്നെ എലത്തൂരേക്ക് എത്തും എന്നതാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ, എലത്തൂരിൽ നിന്ന് ഷഹദ് റഹ്മാൻ കൂടി ചേരുന്നു. ഷഹദ്, യഥാർത്ഥത്തിൽ കുടുംബമായി സംസാരിച്ചപ്പോൾ അവർക്കൊക്കെ വലിയ ആശ്വാസമാണ്. പോലീസ് സ്റ്റേഷനിലേക്കായിരിക്കും നേരിട്ട് കൊണ്ടുവരിക വിഷ്ണുവിനെ. കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇപ്പോൾ എലത്തൂരിൽ സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു പുതുവത്സര പുലരിയിൽ ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്ന് പുലർച്ചയോടുകൂടി അവരുടെ കാതുകളിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇന്നലെ 12 മണിയോടുകൂടി ഈ കുടുംബത്തെ വിഷ്ണു വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പോലീസിൻ്റെ സഹായത്തോടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുടുംബവുമായിട്ട് സംസാരിച്ചു, അച്ഛനുമായിട്ടും അമ്മയുമായൊക്കെ സംസാരിച്ചു. അപ്പം അല്പം മുമ്പ് ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ തന്നെ ആ വീട് ഒരു കല്യാണത്തിനായി ഒരുങ്ങുകയായിരുന്നു. അതിനിടയിലാണ് വിഷ്ണുവിനെ കാണാതാകുന്നത്. അപ്പോൾ ഈ മാസം 11-ാം തീയതിയാണ് വിഷ്ണുവിൻ്റെ കല്യാണമുള്ളത്. അവസാനമായിട്ട് വിഷ്ണുവിനെ കാണാതാകുന്നതിന് മുൻപ് അവസാനമായിട്ട് വിഷ്ണു വിളിച്ചതും അതായത് വിഷ്ണുവിൻ്റെ ഗുഡ്ബി എന്ന് പറയുന്ന വിവാഹം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയെയാണ്. അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം അത് എടുത്തു പറയേണ്ടതാണ്. പോലീസ് കൃത്യമായിട്ടുള്ള അന്വേഷണമായിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ പോലീസിൻ്റെ അന്വേഷണം നേർവഴിക്കായിരുന്നു. ഒപ്പം തന്നെ ചില സൂചനകൾ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ പലതരത്തിലുള്ള ദുരൂഹതകളുണ്ടെങ്കിലും ആദ്യം തന്നെ പോലീസ് പറയുന്നുണ്ടായിരുന്നു, അതായത് വിഷ്ണു ഇത് ബോധപൂർവം മാറി നിൽക്കുന്നതാണ് എന്നുള്ളത്. കാരണം അത്തരം സൂചനകളൊക്കെ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഈ കേസിലില്ല എന്നും പോലീസ് കുടുംബത്തെയും അതുപോലെ തന്നെ മാധ്യമങ്ങളെയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ പോലും കല്യാണം ഒരു ഭാഗത്ത് നിൽക്കുന്നു, മാത്രമല്ല 10-12 ദിവസം ഒരാളെ കാണാതാകുന്നു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആശങ്ക ഉണ്ടാകും. അത്തരത്തിലൊരു ആശങ്ക പങ്കുവെച്ചതും മാത്രമല്ല പോലീസ് കൃത്യമായിട്ട് ഇടപെടുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വിഷ്ണുവിനെ ഏറ്റവും ഒടുവിൽ ബംഗളൂരുവിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. നമ്മൾ അല്പം മുമ്പ് പോലീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ മലാപ്പറമ്പ് കഴിഞ്ഞിരിക്കുന്നു. ഏകദേശം ഒരു 10 മിനിറ്റിനുള്ളിൽ ഇപ്പോൾ ഈ എലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിഷ്ണുവുമായിട്ട് ഈ സംഘം എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.